കിട്ടുമ്പോൾ ഇപ്പോൾ എന്നോട് ഒത്തിരി യങ്കപ്പോൾ തുടങ്ങി എന്നോട് സംസാരിക്കുമ്പം മുഖത്ത് അല്ലെങ്കിൽ ഫോണിൽ നോക്കിയിരിക്കും, അല്ലെങ്കിൽ സ്ക്രീനിൽ നോക്കിയിരിക്കും. അപ്പോൾ ഒരു എന്താ പറയുക, ഒന്ന് ഫുൾ അറ്റൻഷനോടുകൂടി എൻ്റെ ഉള്ളിൽ നിന്ന് സംസാരിക്കത്തില്ല. സെൽഫ് ഡിഫെൻസ്, അതാണ് മറ്റൊരു കുഴപ്പം. എന്ത് ചെയ്താലും ന്യായീകരിക്കും. നീ അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തേ, അല്ല നീ അങ്ങനെ ചെയ്തുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞേ. ജോബിലെ സ്ട്രെസ്സാവാം, ഫിനാൻഷ്യൽ സ്ട്രെസ്സാവാം, പിന്നെ ഫാമിലി സ്ട്രെസ്സാവാം. ഇതിനെ ഫേസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. അപ്പം എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയി, എന്നെ ഒന്നിനെ കൊള്ളുകയില്ല. ഇപ്പം മാഡം പറഞ്ഞത് കറക്റ്റാണ്. കുട്ടികളിൽ ഇങ്ങനെ വഴിതെറ്റി പോകുമ്പോൾ അവരുടെ അച്ഛനും അമ്മയ്ക്കും തന്നെയാണ്, അവരെ വിളിച്ചിട്ട് തന്നെയാണ് ആദ്യം കൗൺസിലിംഗ് ചെയ്യേണ്ടത്. ആ ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ തന്നെ ചില കുടുംബത്തിൽ തന്നെ ഡിവോഴ്സിൻ്റെ എണ്ണം കൂടുകയാണ്. ഇപ്പോൾ ഞാൻ ഡിവോഴ്സ് ആയാലും എനിക്ക് ജോലിയുണ്ട്, സ്ത്രീകൾ പറയുന്ന എനിക്ക് ഒറ്റയ്ക്ക് നിൽക്കാനുള്ള കെൽപ്പുണ്ട്. ഇപ്പോൾ ഒരുപാട് സംഘടനകളുണ്ട് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനായി, നിയമം ഉണ്ട്. അപ്പോൾ എനിക്ക് പിന്നെ എനിക്ക് ജോലി ഉണ്ടെങ്കിൽ എനിക്കൊരു പുരുഷൻ്റെ ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്ന സ്ത്രീകളുണ്ട് കാലഘട്ടമാണ്. ഇത്തരക്കാർ വരുമ്പോൾ എങ്ങനെയാണ് മാഡം അത് കൈകാര്യം ചെയ്യുന്നത്? ഓക്കെ, ഇവിടെ ഇനിയിപ്പോൾ സിംഗിളായിട്ട് ജീവിക്കുന്ന ഒത്തിരി ലേഡീസ് ഉണ്ട്. എനിക്ക് മാര്യേജേ വേണ്ട എന്ന് പറഞ്ഞ് അവർക്ക് അവരിൽ തന്നെ കോൺഫിഡൻസ് ഉണ്ട്. ഒരു ഹസ്ബൻഡ് ഇല്ലെങ്കിൽ, പുരുഷനില്ലെങ്കിലും എനിക്ക് തന്നെ ജീവിക്കാം. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ജെൻഡർ റോളിലുണ്ടായ മാറ്റങ്ങളാണ്. പണ്ട് നമുക്കൊരു പുരുഷൻ വേണമായിരുന്നു, അല്ലെ ബ്രെഡ് വിന്നർ, സ്ത്രീകൾ ഹോം മേക്കർ എന്നുള്ള പഴയ കാഴ്ചപ്പാട്. പിന്നീട് സ്ത്രീകൾക്ക് എഡ്യൂക്കേഷൻ കിട്ടി, അവരും എല്ലാ രീതിയിലും സ്കിൽഡ് ഡെവലപ്പ് ചെയ്തു. അവരിപ്പോൾ മുൻനിരയിലാണ്. അവർ മുൻനിരയിലാണ്. കാരണം അവർക്ക് ഇപ്പം ഞങ്ങളുടെയൊക്കെ ഒരു പേരൻസ് ആ കാലഘട്ടങ്ങളിൽ സ്ത്രീകൾ വർക്ക് ചെയ്യാൻ തുടങ്ങിയത് കൂടുതൽ ടീച്ചേഴ്സ്, പിന്നെ നേഴ്സസ്, ഇങ്ങനെയൊക്കെയായിരുന്നു. ഇന്ന് സ്ത്രീകൾ പിന്നെ വർക്ക് ചെയ്യാത്ത മേഖലകൾ, എല്ലാ മേഖല ഒരു വ്യത്യാസം ഇല്ലാതെ, കാരണം അവർ സ്കിൽഡാണ്. ഫ്ലൈറ്റ് ഓടിച്ചു, സ്പേസിൽ പോയി, ഇല്ലേ? അതെ, എല്ലാ മേഖലകളിലും ഉണ്ട്. അവരെന്താ ചെയ്യുന്നില്ല എന്നൊന്നും ചോദിച്ചാൽ, അതെ, അവരെന്ത് ചെയ്യുന്നില്ലെന്ന് മാത്രം ചോദിച്ചാൽ മതി. സോ എല്ലാ കാര്യങ്ങളും അവർ എഫിഷ്യൻ്റാണ്, സ്കിൽഡാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഒരു ഫാമിലി എന്നുള്ള ഇതിലേക്ക് വരുമ്പം, ഒരു വിവാഹ ജീവിതത്തിലേക്ക് വരുമ്പം ഈ ഒരു ചേഞ്ച് ഉണ്ടായ ജെൻഡർ റോളിൽ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, മറ്റൊരു ട്രഡീഷണൽ ജെൻഡർ റോളാണ്. പുരുഷന്മാരെ ബ്രെഡ് വിന്നേഴ്സ്, സ്ത്രീകൾ ഹോം മേക്കേഴ്സ്. ഇവിടെ വന്നപ്പോഴത്തേക്കും ഇക്വലിറ്റേറിയൻ ജെൻഡർ റോൾ, വി ആർ ഈക്വൽ എന്നുള്ളൊരു കാഴ്ചപ്പാടാണ്. വി ആർ ഈക്വൽ. അപ്പോൾ വി ആർ ഈക്വൽ എന്ന് പറയുമ്പോൾ നമ്മൾ രണ്ടുപേരും എല്ലാം ചെയ്യുന്നുണ്ട്. നമ്മൾ രണ്ടുപേരും ചിലപ്പോൾ ഒരേപോലെ എൻജിനീയേഴ്സ് ആവാം, ഒരേപോലെ ഡോക്ടേഴ്സ് ആവാം, ഈക്വലി സ്കിൽഡ് ആണ്, ഈക്വലി സോഴ്സ് ഓഫ് ഇൻകം വീട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. വി ആർ ബോത്ത് ബ്രെഡ് വിന്നേഴ്സ്. സോ വി ഷുഡ് ബി ബോത്ത്. നമ്മൾ രണ്ടുപേരും ഹോം മേക്കേഴ്സ് ആയിരിക്കണം. ഞങ്ങളുടെയൊക്കെ കാലഘട്ടങ്ങളിൽ പറയായിരുന്നു, പിന്നെ ഹസ്ബൻഡ് ഒന്ന് അടുക്കളയിൽ കയറി സഹായിച്ചാൽ കൊള്ളാം, ഒന്ന് ചപ്പാത്തി പരത്താനോ ഒന്ന് ദോശ ഇടാനോ ഒന്ന് സഹായിച്ചാൽ വലിയ സന്തോഷം, ഒന്ന് സഹായിക്കണേ, ഇങ്ങനെ പറയാം. ഇപ്പോഴത്തെ കുട്ടികൾ പറയും, എന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട് വരണ്ട, നിങ്ങൾ എന്നെ സഹായിക്കാൻ വേണ്ടി അടുക്കളയിലോട്ട് വരണ്ട, വല്ലതും കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പം വന്നാൽ മതി. സോ ഇത് മാറി, വല്ലതും കഴിക്കണമെന്നുണ്ടെങ്കിൽ വരണം. അതെ, ഫുഡ് നമ്മൾക്ക് രണ്ടുപേർക്കും വേണ്ടിയതാണ്. സോ നമ്മൾ രണ്ടുപേരും കൂടെ ചേർന്ന് ചെയ്യണം. ആറ്റിറ്റ്യൂഡിലുണ്ടായ മാറ്റമാണ്. സോ ഇതൊക്കെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇത് വന്നപ്പോൾ, അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് ഇക്വലിറ്ററിയൻ ജെൻഡർ റോൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് പുരുഷന്മാർക്ക് മറ്റൊരു പ്രിവിലേജാണ്. ഇപ്പോഴും ആഗ്രഹിക്കുകയോ എൻ്റെ ഭാര്യ എൻ്റെ അമ്മ ഉണ്ടാക്കി തന്നതുപോലെ പാലപ്പവും സ്റ്റൂ ഉണ്ടാക്കി തന്നിരുന്നെങ്കിൽ, അല്ലെങ്കിൽ പുട്ടും കടലക്കറിയൊക്കെ ഉണ്ടാക്കി, അവൾ ചിലപ്പോൾ കോൺഫ്ലേക്സോ എന്തെങ്കിലും ഓട്സോ ഒക്കെ ആയിരിക്കും പെട്ടെന്ന് സാൻഡ്വിച്ചോ തല്ലിക്കൂട്ടുന്നത്. സോ അപ്പോൾ ഇങ്ങനെ രണ്ടുപേരും വളർന്ന രീതികളും വ്യത്യാസമായിരിക്കാം, രണ്ടുപേരും വളർന്ന രീതികൾ, വളർന്ന സ്ഥലങ്ങൾ വ്യത്യാസമായിരിക്കാം. ചിലരൊരു വില്ലേജ് വളർന്ന്, ചിലർ വേറെ എടുത്ത് വളർന്നു. സോ ഈ കല്യാണം കഴിച്ച് വരുന്ന കപ്പിൾ രണ്ട് രീതിയിലുള്ളവരാവാം. അവരുടെ എക്സ്പെക്റ്റേഷൻ രണ്ട്, ജീവിച്ചു വളർന്ന രീതികൾ രണ്ട്, കാഴ്ചപ്പാടുകൾ രണ്ട്, ഇൻട്രസ്റ്റ് രണ്ട്, പേഴ്സണാലിറ്റി ടൈപ്പ് രണ്ട്, ഇങ്ങനെ കുറേ ഒത്തിരി ഫാക്ടേഴ്സ് ഉണ്ട് ഈ കപ്പിൾസ് തമ്മിൽ. പക്ഷെ പണ്ടത്തെ കാലത്ത് എന്തൊക്കെ ഫാക്ടറാണെങ്കിലും കല്യാണം കഴിച്ച് പോയാൽ രാജീവാനന്ദോടെ ജീവിച്ചോളും, അവിടെ ജീവിക്കുക. ഇപ്പോൾ അത് മാറി. ഇപ്പോൾ ഇക്വലിറ്ററിയൻ ജെൻഡർ റോളിൽ വന്നപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ട്. ഞങ്ങളുടെ ലൈഫ് ഞങ്ങളിങ്ങനെ മിസറബിളായിട്ട് തീർക്കേണ്ടതില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ എന്താ പറയുക, ഇന്നർ പീസ് ആൻഡ് ഹാപ്പിനെസ് ആണ് വേണ്ടുന്നത്. സോ ഇത് വേണം. ഇനി ചിലർ ഓപ്റ്റ് ചെയ്യും, ഇപ്പം വളരെ നല്ല പ്രൊഫഷണൽ കോഴ്സ് കഴിഞ്ഞിട്ടുള്ളവർ എനിക്കറിയാം, അവർ ഓപ്റ്റ് ചെയ്യുന്നത് എനിക്കൊരു ഹൗസ് വൈഫായിട്ടും അമ്മയായിട്ടൊക്കെ ജീവിച്ചാൽ ഐ എം സോ ഹാപ്പി. പ്രൊഫഷണൽ കോഴ്സ് കഴിഞ്ഞിട്ടുള്ളവരാണ്, പക്ഷേ അത് അവരെ ബോധപൂർവം എടുക്കുന്ന തീരുമാനമാണ്. ബോധപൂർവം എടുക്കുന്നതിന് അവരത് എൻജോയ് ചെയ്യും.
പക്ഷെ അതല്ല ഐ വാണ്ട് ടു ബി എ കരിയർ വുമൺ എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് അത് പറ്റില്ല. കാര്യം അവർക്കത് അവരുടെ കുഴപ്പമില്ല, അവർ ജീവിച്ചതിന് ഒരു പർപ്പസ് ഉണ്ട് അവരുടെ ജീവിതത്തിന്. സോ അവർക്ക് അവരുടെ കരിയറും ഫാമിലിയും ഒരുപോലെയാണ്. അപ്പോൾ ഈ വിവാഹ ജീവിതത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്ന്, അവർക്ക് എന്താ പറയുക, ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഉണ്ടാവണം. ഈവൻ ലവ് മാരേജ് ആണ് തീവ്രമായി ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചവരാണെങ്കിൽ പോലും ജീവിച്ച് കുറേ കഴിയുമ്പോൾ ചിലപ്പോൾ കുറച്ച് കഴിയണമെന്ന് പോലും ഇല്ല, പെട്ടെന്ന് തന്നെ മനസ്സിലാക്കും ഞങ്ങൾ നമ്മുടെ ഇമോഷണൽ കണക്ഷൻ പോയി എന്ന് മനസ്സിലാക്കും. അപ്പോഴത്തേക്ക് തന്നെ ഇതെങ്ങനെ മുമ്പോട്ട് പോകും. അപ്പോൾ ഇപ്പോൾ ഉള്ളൊരു ഗുണം നിങ്ങൾ ആദ്യമേ ചോദിച്ചതുപോലെ ഇപ്പോൾ ഒത്തിരി പേര് ആ സ്റ്റേജിൽ തന്നെ കൗൺസിലിങ്ങിന് വരുന്നുണ്ട്. ഒത്തിരി യങ് കപ്പിൾസ് കൗൺസിലിങ്ങിന് വരുന്നുണ്ട്. വി നീഡ് ഫാമിലി കൗൺസിലിംഗ്, കപ്പിൾ തെറാപ്പി വി നീഡ് എന്നും പറഞ്ഞ് വരുന്നുണ്ട്. അവർക്കറിയാം നമുക്കൊരു അസുഖം വന്ന് ഹോസ്പിറ്റലിൽ പോകുന്നില്ല. ഇന്ന് ആൾക്കാർ വളരെ അവെയറാണ്. പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിൽ ജീവിക്കുന്ന യങ് കപ്പിൾസൊക്കെ വളരെയേറെ അന്നേരമേ ഹെൽപ്പ് സ്വീകരിക്കുന്നുണ്ട്. അത് അവിടെ നമ്മുടെ പിള്ളേരെ അവരെ ഓപ്റ്റ് ചെയ്യാൻ കാരണം എന്നെ ഒത്തിരി പേര് ഓൺലൈനിൽ വിളിക്കുന്നുണ്ട്. കാര്യം അവിടുത്തെ കൾച്ചർ വേറെയാണ്. അവിടുത്തെ ഒരു നാട്ടിലേക്ക് ഒരു ഫാമിലി കൗൺസിലറുടെ അടുത്ത് പോകാമെങ്കിൽ ചിലപ്പോൾ കിട്ടുന്നത് ആ ഒരു കൾച്ചറിൽ നിന്നുകൊണ്ടാണ്. ഇപ്പം നമ്മുടെ നാട്ടിലെ കൾച്ചർ, ഇപ്പോൾ ഇന്ത്യൻ കൾച്ചറിൽ പറയുമ്പോൾ അവർക്ക് അതായിരിക്കും കൂടുതൽ ആപ്റ്റായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവർ പറയും ഞങ്ങൾ അതുകൊണ്ടാണ് ആൻറ്റിയെ വിളിക്കുന്നതെന്ന് തന്നെ പറയും. അങ്ങനെ തന്നെ പറഞ്ഞു വരുന്നവരുണ്ട്, മനസ്സിലായല്ലേ? അങ്ങനെ പറയും. നമുക്ക് അവരുടെ കൾച്ചർ അറിയാം, അവർ വളർന്ന ഒരു വേറൊരു രീതിയിലല്ലേ. അവിടുത്തെ കൾച്ചറിൽ പറയൂ നിങ്ങൾ എങ്ങനെ ഇങ്ങൊന്ന് ജീവിക്കാൻ ചോദിക്കും. ഇത്ര നാൾ നിങ്ങൾ എങ്ങനെ ഒന്നിച്ച് ജീവിച്ചു എന്നായിരിക്കാം ചിലപ്പോൾ അവർ ചോദിക്കുക. സോ നമ്മളുടെ രീതിയിൽ നിൽക്കും. എല്ലാവരും നല്ലതായിട്ട് പോകുന്നുണ്ട്, നല്ലൊരു പങ്ക് നല്ലതായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഡിവോഴ്സിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞില്ലേ, ഈ ഇമോഷൻ അകൽച്ച ഉണ്ടാകും, ഡിറ്റാച്ച്മെൻറ്റ് ഉണ്ടാവാൻ കാരണം അവർക്ക് അവരെ പരസ്പരം റെസ്പെക്റ്റ് ചെയ്യുന്നില്ല, സ്നേഹിക്കുന്നില്ല, അവർ വാല്യൂഡ് ആവുന്നില്ല, അവർ വാണ്ടഡ് ഫീലിംഗ് അവർക്കുണ്ടാവുന്നു. ഇതൊക്കെ കൊണ്ട് തന്നെയാണോ ഈ ആത്മഹത്യകൾ കൂടുന്നത്? ആത്മഹത്യകൾ ഞാനത് പറയും, ഫാമിലിയുടെ കൂട്ടത്തിൽ വരുന്നതാണ്. അത് പറയാം, ആത്മഹത്യകൾ പറയാം, അതൊരു മറ്റൊരു സംഭവമാണ്, അതിനകത്ത് പറയാം. അപ്പോൾ ഇത് ഇങ്ങനെ വരുമ്പോൾ ഇമോഷണൽ ഡിസ്കണക്റ്റഡ് ആവും. കാര്യം സ്നേഹിക്കുക എന്ന് പറയുമ്പം ഭർത്താവ് ചിലർ പറയും ഞാൻ അവർക്ക് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. പക്ഷേ നമുക്ക് രണ്ടുപേരും സ്നേഹത്തിൻ്റെ ലവ് ലാംഗ്വേജ് കാണും, ആഗ്രഹിക്കുന്ന പ്രകടന രീതികൾ കാണും. സോ അതുപോലെ കിട്ടുമ്പോൾ ഇപ്പം എന്നോട് ഒത്തിരി യങ്കപ്പിൾസ് പറയും, എന്നോട് സംസാരിക്കുമ്പം മുഖത്ത് അല്ലെങ്കിൽ ഫോണിൽ നോക്കിയിരിക്കും, അല്ലെങ്കിൽ സ്ക്രീനിൽ നോക്കിയിരിക്കും. അപ്പോൾ ഒരു എന്താ പറയുക, ഒന്ന് ഫുൾ അറ്റൻഷനോടുകൂടി എൻ്റെ ഉള്ളിൽ സംസാരിക്കത്തില്ല. അല്ലെ ഹസ്ബൻഡ് പറയും ഞാൻ മൺഡേ തൊട്ട് ഫ്രൈഡേ വരെ ജോലിയിലാണ്, എനിക്കൊരു വീക്കെൻഡ് വരുമ്പോഴാണ് ഞാനൊന്ന് സ്വസ്ഥമായിട്ടിരിക്കുക. ഈ ഭാര്യ കല്യാണം കഴിച്ച് കൊണ്ടുപോയൊരു പെൺകുട്ടിയാണ് വിദേശത്ത്, അവൾക്ക് ജോലി കിട്ടിയൊക്കെ വരുന്നതേ ഉള്ളായിരിക്കാം. അവൾ പറയും ഞാൻ മൺഡേ തൊട്ട് ഫ്രൈഡേ വരെ ഒരു ഹ്യൂമൻ ബീയിനോട് മിണ്ടാതെ ഇതിനകത്ത് ഇരിക്കുകയാണ്, അപ്പാർട്ട്മെൻറ്റിൽ ഇരിക്കുകയാണ്. എനിക്കൊന്ന് വീക്കെൻഡ് കിട്ടുമ്പോഴാണ് ഈ മനുഷ്യൻ്റെ കൂടെ ഒന്ന് പുറത്തൊക്കെ പോയി ഇദ്ദേഹത്തിൻ്റെ കൂടെ ഒന്ന് മാളിലൊക്കെ പോകുക, പാർക്കിൽ പോകുക, എവിടെയെങ്കിലുമൊക്കെ ഒരു ഔട്ടിങ്ങിന് പോകണമെന്ന് ഒരു പോയി ചായ കുടിച്ചാലും മതി, അവർ ഹാപ്പി ആയിരിക്കും. പക്ഷേ ഇത് രണ്ടും കൂടെ ബ്ലെൻഡ് ചെയ്ത് പോകുന്നില്ല. ഇമോഷണൽ നീഡ്സ് മനസ്സിലാക്കാണ്ട് വരുമ്പോൾ ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ് ആകും. ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ് ആകുമ്പോൾ ഇമോഷണൽ ഡിസ്കണക്ഷൻ ഉണ്ടാകും, അകലിൽ നിന്ന് പോകും. പ്രണയിച്ചവർ പോലും ഒന്നിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിച്ചവർ പോലും അകന്നു പോകുന്നൊരു കാര്യമാണ്. പിന്നാണ് കമ്മ്യൂണിക്കേഷൻ ഒരു പ്രധാനപ്പെട്ട ഫാക്ടർ. നമ്മൾ എന്തു പറയുന്നോ അത് മറ്റാൾ മനസ്സിലാക്കുന്ന തോന്നില്ല. വലിയൊരു തടസ്സമാണ് പലപ്പോഴും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ കേൾക്കുന്നതിനേക്കാൾ മുമ്പ് പെട്ടെന്ന് മറുപടി പറയാനുള്ള വ്യഗ്രതയാണ്. ഒരാൾ പറയുന്നുണ്ട് പെട്ടെന്ന് പകുതി ആവുമ്പോഴേ നീ അതല്ലേ അങ്ങനല്ല ഇവർ പറയും ഞാൻ പറഞ്ഞ് കേട്ടില്ലല്ലോ, നിങ്ങൾ പറഞ്ഞു തീർന്നില്ല. അതിലൊന്നും നമ്മൾക്ക് കേൾക്കുവല്ല, കേട്ട് മറ്റേയാളെ മനസ്സിലാക്കുക എന്നുള്ളതല്ല, എങ്ങനെ ഇതിന് മറുപടി പറയണം, എന്ത് കൊടുത്താൽ അതിന് ഏക്കും അവിടെ എന്നുള്ളതാണ് ഇത് പറയുന്ന ആളിൻ്റെ സംഭവം. അങ്ങനെ പോകുമ്പോൾ ഇത് ആർഗ്യുമെൻറ്റിലേക്ക് പോകും. പിന്നെ സെൽഫ് ഡിഫെൻസ്, അതാണ് മറ്റൊരു കുഴപ്പം. എന്ത് ചെയ്താലും ന്യായീകരിക്കും. നീ അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തേ, അല്ല നീ അങ്ങനെ ചെയ്തുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞേ, അത് സെൽഫ് ഡിഫെൻസ്. ഈ ടൈപ്പ് ഓഫ് എല്ലാ കമ്മ്യൂണിക്കേഷനും ബന്ധങ്ങളെ അകറ്റും. സോ ഇങ്ങനെ കുറേ നാൾ നമ്മൾ ജീവിച്ച് കഴിയുമ്പോൾ അവർക്ക് തോന്നി നമ്മളിങ്ങനെ ഒന്ന് ജീവിക്കുന്നതിന് നല്ലത് പിരിയുന്നതാണ്. ഈ ഞാൻ നേരത്തെ ചോദിച്ച ആ ചോദ്യം ഒന്നുകൂടെ ആവർത്തിക്കാം. തീർച്ചയായിട്ടും. പറഞ്ഞ ഈ ആത്മഹത്യകൾ കൂടുന്നത് ഇത്തരം ബന്ധങ്ങളുടെ പ്രശ്നങ്ങൾ കൊണ്ട് പലരും മറ്റൊരു ജീവിതം ആഗ്രഹിക്കുന്നില്ല, ആത്മഹത്യയിലേക്ക് പോകുന്നു. ഈ ബന്ധങ്ങളുടെ പ്രശ്നം കൊണ്ട് ആത്മഹത്യയിലേക്ക് പോകുക എന്നൊരു ബിഹേവിയറൽ പാറ്റേൺ ആണ്. എന്നുവെച്ചാൽ നമുക്കിവിടെ ഞാൻ ആദ്യമല്ലേ സ്ട്രെസ്സ്, പല ടൈപ്പ് സ്ട്രെസ്. ഇത് ഫാമിലി സ്ട്രെസ്. ഈ ബന്ധങ്ങൾ എന്ന് പറയുമ്പോൾ ഫാമിലിയാണ്, ഫാമിലിയിൽ ഒരു സ്ട്രെസ് ഉണ്ടായി. ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ട്രെസ്സിനെ ഫേസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഇവർക്ക് കാണുകയില്ല. ജോബിലെ സ്ട്രെസ് ആവാം, ഫിനാൻഷ്യൽ സ്ട്രെസ് ആവാം,
പിന്നെ ഫാമിലി സ്ട്രെസ് ആവാം. ഇതിനെ ഫേസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. അപ്പം എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയി, എന്നെ ഒന്നിനും കൊള്ളുകയില്ല, എന്നെ ആർക്കും വേണ്ട, ഞാനൊരു വിലയില്ലാത്തവനാണ്. ലോ സെൽഫ് എസ്റ്റീം ആയിരിക്കും ഇവരുടേത്. അപ്പോൾ അത് അല്ലാതുള്ള ആൾക്കാരാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഇഷ്ടം പോലെ യങ് കപ്പിൾസ് നമ്മളെ വിളിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? അവർക്ക് അവരെ പറ്റി ബോധ്യമുണ്ട്. ഞങ്ങൾക്ക് ഈ ഹെൽപ്പ് കിട്ടിയാൽ ഞങ്ങൾക്ക് ജീവിക്കാം, അല്ലെങ്കിൽ കൂടി പോയാൽ ഞങ്ങൾക്ക് ഒന്നിച്ച് പോകാൻ ഒക്കത്തില്ലെങ്കിൽ ഡിവോഴ്സ് ചെയ്തിട്ട് ഞങ്ങൾ നല്ല ഫ്രണ്ട്സായിട്ട് ഡിവോഴ്സ് ചെയ്ത് പോകുന്നവരുണ്ട്. അങ്ങനെ പോകുന്നവരുണ്ട്. കുട്ടികളുടെ കാര്യങ്ങൾ, കുട്ടികളായിട്ടുള്ളവരാണെങ്കിൽ കുട്ടികളുടെ കാര്യത്തിൽ നന്നായി നിന്നുകൊണ്ട് ചെയ്ത് പോകുന്നവരുമുണ്ട്. സോ ദെയർ ആർ ഓപ്ഷൻസ്. അവർക്ക് അവരുടെ ഒരു മനസ്സിന് പ്രതിസന്ധികളെ നേരിടാൻ അവർ പ്രാപ്തരാണ്. ഇവരെന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴത്തേക്കും എൻ്റെ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടാവാൻ പാടില്ല, ഒരു നെഗറ്റീവ് റെസ്പോൺസ് എനിക്ക് കിട്ടാൻ പാടില്ല, ഒരു നോ ആൻസർ കിട്ടാൻ. അതെ, ഒരു നാട്ടുകാരറിഞ്ഞാൽ എന്ത് ചെയ്യും അതുണ്ട്. എന്നതിനേക്കാൾ ഉപരി പ്രതിസന്ധികൾ നേരിടാനുള്ള കപ്പാസിറ്റി ഇല്ല. അപ്പോൾ ഇവർക്ക് ചെറുപ്പം മുതലേ ചിലപ്പോൾ ഈ നോ ആൻസർ കേൾക്കാതെ വളരുക, എല്ലാം ഇങ്ങനെ പാമ്പർ ചെയ്ത് കൊടുക്കുക, ഒരു നെഗറ്റീവ് റെസ്പോൺസ് ഫേസ് ചെയ്യാൻ കിട്ടാണ്ട് വരിക. ചിലപ്പം വളരെ നമുക്കറിയാം, ചിലപ്പോൾ സ്കൂളിൽ മാർക്ക് കുറഞ്ഞു പോയി വീട്ടിൽ വരുമ്പോഴത്തേക്ക് അപ്പനും അമ്മയും ചൂടാകും, അല്ലെങ്കിൽ സ്കൂളിൽ ടീച്ചർ പറയും. 10ാം ക്ലാസ്സിൽ മാർക്ക് കുറഞ്ഞ നമുക്ക് എത്രയോ പേര് സൂയിസൈഡ് ചെയ്യുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ അവരുടെ ഇമേജ് പോകുന്നു. ആ ഇമേജ് പോകുമ്പോൾ ആ പ്രതിസന്ധിയെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ എൻ്റെ ഇമേജ് പോയി, ലോ സെൽഫ് എസ്റ്റീം. എൻ്റെ പേരൻസ് വഴക്ക് പറയുന്നു, ഞാൻ കൊള്ളത്തില്ല, ഞാൻ മണ്ടനാണ്, ഞാൻ മോശമാണ്, ഞാൻ കഴിവില്ലാത്തവനാണ്. ഈ സംഭവം ഇങ്ങനെ അടിഞ്ഞുകൂടി കിടക്കുകയാണ്. ഇത് വളർന്നു വരുമ്പോൾ അഡൽട്ടായിട്ടൊക്കെ വരുമ്പോഴും പ്രതിസന്ധികൾ വരും, പിടിച്ചു നിൽക്കാൻ ഒക്കത്തില്ല അവർക്ക്. ഫാമിലി ആണെങ്കിലും ചിലപ്പോൾ ജോബിലെ സ്ട്രെസ് കൊണ്ട് പോകും. എത്രയോ ഉയർന്ന ആൾക്കാർ ജോബിലെ സ്ട്രെസ് കൊണ്ട് സൂയിസൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഒത്തിരി പലരെ നമുക്ക് കേൾക്കാൻ പറ്റും വാർത്തകളിൽ, അല്ലേ? സോ എവിടെയാണ് സ്ട്രെസ്സിനെ കൈകാര്യം ചെയ്യാനുള്ള കഴിവില്ല എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് പിന്നെ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിക്കുമ്പം നമ്മുടെ ബ്രെയിനിൽ ഇപ്പോൾ ഇവർക്ക് ഒത്തിരി നെഗറ്റീവ് തോട്ട്സാണ് കുഞ്ഞിലെ മുതലേ. ഇങ്ങനെ അല്ലെ ഒന്നും ചിലപ്പോൾ അടുപ്പിച്ച് കുറച്ച് പിന്നെ പരാജയങ്ങളുണ്ടാവാം. അടുപ്പിച്ച് പരാജയങ്ങളുണ്ടാകുമ്പോൾ നമുക്ക് പരാജയങ്ങൾ എല്ലാവർക്കും വേദനയാണ്, വേദനയാണ്. എന്നാൽ ഈ പരാജയങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് കിട്ടുന്ന ചുറ്റും നിന്നുള്ള ഒരു മെസ്സേജ്, ഇതാ ജീവിതം തീർന്നില്ല, യു ഗോ അഹെഡ്, നിനക്കിനി മുമ്പോട്ട് പോകാം, നിൻ്റെയൊക്കെ കഴിവുണ്ട്, ഇത് തോറ്റുപോകുന്ന കിടന്ന് നീ കഴിവില്ലാത്തവനല്ല, ഗോ അഹെഡ് എന്ന് പറഞ്ഞ് നമ്മുടെ ഫാമിലിയോ ടീച്ചേഴ്സോ സപ്പോർട്ട് ചെയ്താൽ അങ്ങനെ ഒരു സംഭവം. അല്ലെങ്കിൽ എന്തുകൊണ്ട് നീ ഇത് ചെയ്തു, നിന്നെക്കൊണ്ടൊരു കഴിവില്ല, നീ ഒരു കഴിവില്ലാത്തവനാണ്, ഇതാണ്, നിന്നെക്കൊണ്ട് ഒന്നിനും കൊള്ളുകയില്ല, ഈ മെസ്സേജ് കിട്ടിയാൽ അവൻ വലുതായി കഴിയുമ്പോഴും എന്നെ ഒന്നും കൊള്ളില്ല, ഏറ്റവും നല്ല ഞാൻ ഇവിടുന്ന് ഈ ലോകത്തിൽ നിന്ന് പോയേക്കാം. അതൊരു ക്ലിനിക്കൽ ഡിപ്രഷനാണത്. ഡിപ്രഷനാണ് അവർക്ക്. ലോ സെൽഫ് എസ്റ്റീം, ഹോപ്പ്ലെസ്, ഹെൽപ്ലെസ്, എന്നെ കൊണ്ടൊന്നിനും കൊള്ളില്ല, അപ്പോൾ പിന്നെ ഞാൻ ഈ ഭൂമിയിൽ നിന്ന് പോയേക്കാം. പിന്നെ നല്ല ദേഷ്യം ഉണ്ടാവും. കാര്യം സമൂഹത്തിനോട് ദേഷ്യം കാണും, ഈ സ്ട്രക്ചറിനോട് തന്നെ ദേഷ്യം കാണും. സപ്പോസ് ഇപ്പം എത്ര പിന്നെ എന്താ പറയുക ടെസ്റ്റ് എഴുതിയിട്ട് ജോലി കിട്ടുന്നില്ല, പുള്ളി ചിലപ്പോൾ ഈ സമൂഹത്തിലുള്ള എല്ലാ PSCയോടും സർക്കാരിനോടും എല്ലാവരോടും ദേഷ്യമായിരിക്കും. ഈ സംവിധാനം ഒക്കെ തെറ്റാണ്. ഞാൻ നന്നായിട്ട് അധ്വാനിക്കുന്നുണ്ട്, പക്ഷേ എനിക്ക് കിട്ടുന്നില്ല. അപ്പം ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇതിനോട് പകയുണ്ട്, ദേഷ്യമുണ്ട്, ഇതും എല്ലാം കൂടെ ചേരുമ്പം ഈ ദേഷ്യവും സങ്കടവും ഇത് തന്നെ എല്ലാം കൂടെ വരുമ്പോഴത്തെ ആ ഇമോഷണൽ ക്ലിനിക്കൽ ഡിപ്രഷനിലേക്ക് പോകും. ആ ക്ലിനിക്കൽ ഡിപ്രഷൻ ഒരു മെൻ്റൽ ഇതിൽ വരും, ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ടതാണ്. അത് ഒരു സൂയിസൈഡിൻ്റെ ഒരു കാര്യം.